ഹായ് നാനും ഏട്ടനും കേട്ടാ. ഉച്ചത്തി കഴിഞ്ഞിട്ട് ഇതാ കോട്ടൊക്കെ ഇട്ട് കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടാ. കോട്ടൊക്കെ ഇട്ട് വണ്ടിയിൽ പോകാൻ നിൽക്കുകയാണ്. എവിടെയാണ് പറഞ്ഞാൽ ചിറ്റൂർ കല്യാണപ്പെട്ട മല്ലഞ്ചല്ല പറഞ്ഞ കൂടച്ചത്തിന് ഏട്ടൻ്റെ വീട്ടിൽ തറവാട്ട ദൈവത്തിന് പൂജ ചെയ്യാനിട്ടാ അതിന് വന്നിരിക്കാൻ കേട്ടാ. അതാ കൂടച്ചത്തിന് ഏട്ടനാണ് അതിൻ്റെ വീട്ടിൽ വന്നിരിക്കാൻ കേട്ടാ. വീട്ടിൽ വന്നപ്പോൾ അതിന് കുറച്ച് ഇറച്ചി തന്നു കേട്ടാ. കുറച്ച് ടേസ്റ്റ് നോക്കാനായിട്ട് കഴിച്ചു കേട്ടാ. ഇത് അവൻ്റെ തറവാട്ടിൻ്റെ ദൈവത്തിന് പൂജയാണ്. തറവാട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാവരും കുടുംബക്കാരൊക്കെ അവരുടെ വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടാ. എല്ലാവരും ഇതാ ഇരിക്കുന്നുണ്ട്. ഞങ്ങളത് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് കേട്ടാ. താഴത്ത് പായൊക്കെ ഇട്ട് കഴിക്കാൻ എല്ലാവരും ഇരുന്ന് കൊണ്ടിരിക്കുകയാണ് കേട്ടാ. സൂപ്പറാ ചവണപ്പൊടിയൊക്കെ ഇട്ടിരുന്ന് ഇലയൊക്കെ ഇട്ടുണ്ട്. പച്ചരി ചോറാണ് കേട്ടാ. പച്ചരി ചോറ് ഇതാ ഗിരിരാജ ഗ്രേവി തന്നിട്ടുണ്ട്. ഇതാ നാടൻ കോഴി ഗ്രേവി തന്നിട്ടുണ്ട് കേട്ടാ. പിന്നെ കോഴിയും കുമ്പളങ്ങയും ചാറ് പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പൂജ ചെയ്ത ചോറ് ഉണ്ട് കേട്ടാ. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട്. സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടാ. ആരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഏട്ടൻ കൂടച്ചത്തിന് ഏട്ടൻ വിളിച്ച ഏട്ടൻ ഇതാ കൂട്ടുകാരനാണ് കേട്ടാ. ഇത് സിദ്ധപ്പനാണ്. എല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. എല്ലാവരും വിളമ്പിക്കൊണ്ട് എല്ലാവരും കുടുംബത്തോടെ എല്ലാവരും ഞങ്ങൾക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. വിളമ്പിക്കാൻ ഇത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഇറച്ചി ചോറ് കഴിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തരാം കേട്ടാ. വീട്ടിൽ അടയ്ക്കൊക്കെ ഞാൻ കഴിക്കില്ല, സിദ്ധപ്പൻ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുടുംബത്തോടെ. അത് കാരണം അവരുടെ വീട്ടിൽ സൈഡിൽ ചുറ്റി നോക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും പോയിട്ടുണ്ട്. ഇങ്ങനെ സൂപ്പറായ ഒരു കാട്ടിനുള്ളിൽ പോവാണ് കേട്ടോ. എല്ലാവരും വണ്ടിയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വഴിയുണ്ടല്ലോ, നല്ല വനത്തിൻ്റെ ഉള്ളിൽ പോകണ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നല്ല കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതാ ഓരോ വഴി ഇതാ ചാലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോണ്ടല്ലോ നല്ല പൂന്തി പോണ പോലെ നല്ല ആഴമുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് ഇപ്പോൾ ചുറ്റിക്കിറങ്ങി പോവാണ്. എവിടെ പോകണം അറിയുമ്പോൾ ഈ പോയിക്കൊണ്ടിരുന്ന ചിറ്റൂർ പുഴയില്ല, ഭാരതപ്പുഴ, അവിടെ എത്തട്ടാ. ഇതെല്ലാവരും പോയി അവിടെ എത്തിയിട്ടാ. ഭാരതപ്പുഴ ഉണ്ടല്ലോ, അതാണ് ഭാരതപ്പുഴ. അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതെല്ലാവരും ഭാരതപ്പുഴ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മറ്റേ പുതിയ കുഴപ്പമില്ല, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.